Hello everyone, welcome to my channel. Today we are going to study the new chapter Rational Numbers. Chapter 9 Rational Numbers. You began your study of numbers by counting objects around you, counting numbers. Counting numbers are 1, 2, 3, 4, etc. The number used for this purpose were called counting numbers or natural numbers. Counting numbers or natural numbers. They are 1, 2, 3, 4, etc. By including 0, 1, 2, 3, 4, etc., we got whole numbers. The natural numbers or counting numbers are 1, 2, 3, 4, etc. Whole numbers are 0, 1, 2, 3, 4, etc. The negative natural numbers are then put together the whole number to make integers. Integers 0, 1, 2, 3, 4, 5, etc. minus 1, minus 2, minus 3, minus 4, etc. are called integers. The first one is counting number or natural number. Second one is whole number. Third one is integers. Integers were then put together whole numbers and negative numbers. Then minus 3, minus 2, minus 1, etc. 0, 1, 2, 3, 4, 5, etc. is called integers. We thus extended the number system from natural numbers, whole numbers, from whole numbers to integers. നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ് ഇത്രയും കാര്യം നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യു വെർ ആൾസോ ഇൻട്രൊഡ്യൂസ് ടു ഫ്രാക്ഷൻസ്. ഇനി നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ, 2/5 ഇതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ഫ്രാക്ഷൻ. എന്നിട്ട് ഇത്രയും കാര്യം നമ്മൾ പഠിച്ചതാണ് അല്ലേ? We were introduced, they are the numbers in the form numerator by denominator. It's called fraction. There are numbers in the form numerator by denominator, where the numerator is either 0 or positive integer and the denominator positive integer. എന്താ കാര്യം? ഡിനോമിനേറ്റർ പോസിറ്റീവിൻ്റെ 0 ആകരുത്, നോട്ട് ഈക്വൽ ടു 0. 0 കൊണ്ടുള്ള ഡിവിഷൻ നമുക്ക് പഠിച്ചിട്ടില്ല. 3/0 ഒന്നും ഇല്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. അന്നേരം ന്യൂമറേറ്റർ 0 പോസിറ്റീവ് ഇൻറ്റിജർ ആകാം. ഡിനോമിനേറ്റർ എന്തേ ആകാനൊക്കത്തുള്ളൂ? പോസിറ്റീവ് ഇൻറ്റിജറെ ആകാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം? 0 ആകാൻ പറ്റത്തില്ല. എന്താ കാര്യം? 0 കൊണ്ടുള്ള ഡിവിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് 0 പറയാനൊക്കത്തില്ല. എന്നിട്ട് ദ ന്യൂമറേറ്റർ ഈസ് ഐദർ 0 ഓർ എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ദ ഡിനോമിനേറ്റർ എ പോസിറ്റീവ് ഇൻറ്റിജർ. യു കമ്പയർ ടു ഫ്രാക്ഷൻ ഫൗണ്ട് ദെയർ ഇക്വലൻസ് ഫോംസ്. എന്നാൽ നിങ്ങൾ രണ്ട് ഫ്രാക്ഷൻ കമ്പയർ ചെയ്യാമെന്ന് വെച്ചു, 1/2 ആൻഡ് 2/4. നിങ്ങൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ഫൗണ്ട് ദ ഇക്വലൻറ്റ് ഫോം. നിങ്ങൾ എന്ത് കൊടുക്കണം? ഇക്വലൻറ്റ് ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2ൻ്റെ 5ൻ്റെ എൽസിയം കണ്ടുപിടിക്കണം. ദ എൽസിയം ഓഫ് 2 and 5 ഈസ് 10. എന്നിട്ട് നിങ്ങൾ ഡിനോമിനേറ്റർ എന്താക്കണം? എൽസിയം ആക്കണം. എന്നാൽ 1/2 ഇൻറ്റു 5 ഇൻറ്റു 5 = 5/10. 2/5 5 ഇൻറ്റു 4 10 അല്ലേ? 2 = 4/10. എന്നാൽ വിച്ച് നമ്പർ ഈസ് ഗ്രേറ്റർ? 1/2 ഈസ് ഗ്രേറ്റർ. 1/2 ഗ്രേറ്റർ ദാൻ 2/5 എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്നാൽ നമ്മൾ രണ്ട് നമ്പർ കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഫൗണ്ട് ദെയർ ഇക്വലൻറ്റ് ഫോം കണ്ടുപിടിക്കണം. ഇക്വലൻറ്റ് ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എൽസിയം കണ്ടുപിടിച്ചിട്ട്
നമ്മൾ നമ്മൾ നേരത്തെ ഫ്രാക്ഷനകത്ത് പഠിച്ചിട്ടുള്ളത് ഈക്വലൻ ഫ്രാക്ഷൻ ആക്കിയിട്ട് ഡിനോമിനേറ്റർ എന്താക്കണം, LCM ആക്കിയിട്ട് നമ്മൾ ഏത് നമ്പറാണ് വലുത് ചെറുതെന്ന് കണ്ടുപിടിക്കുക. പിന്നെ അന്നേരം ഫൗണ്ട് ദെയർ ഇക്വലൻ്റ് ഫോംസ് ആൻഡ് സ്റ്റഡീഡ് ഓൾ ഓവർ ദ 4 ബേസിക് ഓപ്പറേഷൻസ് ഓഫ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓപ്പറേഷൻ. ഇതൊക്കെ നിങ്ങൾ നേരത്തെയുള്ള ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി നമ്മൾ നീഡ് ഫോർ റാഷണൽ നമ്പേഴ്സ്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സിനെ പറ്റിയാണ്. എന്നാൽ നിങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കും അല്ലേ, വാട്ട് ഈസ് റാഷണൽ നമ്പർ അല്ലേ. ഇൻ ഏർലിയർ വി ഹാവ് സീൻ ഹൗ ഇൻറ്റിജേഴ്സ് could be used to denote the opposite situations involving the numbers. For example, the distance 3 kilometer to the height place. ഇപ്പോൾ 3 കിലോമീറ്റർ ഹൈറ്റ് പ്ലേസ് മുകളിലോട്ട് കയറുന്നെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, അതിന് ഈസ് ഡിനോട്ടഡ് ബൈ 3 +3 മുകളിലോട്ട് കയറുക അല്ലേ. ദെൻ ദ ഡിസ്റ്റൻസ് 5 കിലോമീറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ സെയിം പ്ലേസ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ്, അയാൾ മുകളിലോട്ട് കയറുക, 3 മീറ്റർ മുകളിലോട്ട് കയറിയാൽ നമ്മൾ എന്ത് പറയും, +3 എന്ന് പറയും. ആ ആൾ ലെഫ്റ്റിലോട്ട് വന്നു അല്ലെങ്കിൽ താഴോട്ട് വന്നു അല്ലേ. അന്നേരം ലെഫ്റ്റിലോട്ട് വന്നാൽ അതിന് ലെഫ്റ്റ് ഓഫ് ദ സെയിം പ്ലേസ് കുഡ് ബി ഡിനോട്ടഡ് ബൈ, ഇപ്പോൾ 5 മീറ്റർ ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് വന്നെങ്കിൽ നമ്മളെങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, -5 മീറ്റർ എന്നാണ് സൂചിപ്പിക്കുന്നത്. അന്നേരം നമ്മൾ സാധാരണ സിറ്റുവേഷനിൽ മുകളിലോട്ട് കയറുന്നതിന് +1, താഴോട്ട് വരുന്നതിന് നമുക്ക് എന്ത് പറയാം, നെഗറ്റീവ് എന്ന് നമുക്ക് പറയാം. ഇനി വേറൊരു കാര്യം, ഇഫ് എ പ്രോഫിറ്റ് ഓഫ് RS 150 വാസ് റെപ്രസെൻറ്റഡ് ബൈ, നമുക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ പെർസെൻറ്റേജൊക്കെ പഠിച്ചായിരുന്നല്ലോ. പ്രോഫിറ്റ്, ഒരാൾക്ക് ഒരു സാധനം മേടിച്ച് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി, പ്രോഫിറ്റ് 150 രൂപ കിട്ടിയെന്ന് വെച്ചു. അന്നേരം അത് നമുക്ക് എന്താകാം, പോസിറ്റീവ് നമ്പറായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അന്നേരം വാസ് റെപ്രസെൻറ്റഡ് 150. ദെൻ ദ ലോസ് ഓഫ് RS 150. ഇനി 150 രൂപ നഷ്ടമാണെങ്കിൽ നമ്മളെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റുപ്പീസ് -150. Then the loss of RS 150 could be written as rupees -150. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല ഇത് നെഗറ്റീവ് നമ്പേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സ്. അന്നേരം നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലോട്ട് കയറുന്നതിനെയാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് വന്നാൽ ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാം, പോസിറ്റീവ് നമ്പർ. നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, നെഗറ്റീവ് നമ്പേഴ്സാണ് ഉപയോഗിക്കുന്നത്. There are many situations so similar to the above situations that involve fractional numbers. We can represent the distance of 750 kilometer above. 750 കിലോമീറ്റർ അല്ല മീറ്റർ, 750 മീറ്റർ നമ്മൾ എബോവ് സീ ലെവൽ അല്ലേ. എന്നാൽ 750 മീറ്റർ എബോവ് ദ സീ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് കിലോമീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 750/1000 = നമുക്ക് എന്ത് കിട്ടും, ഇത് നമുക്ക് വെട്ടിപ്പോയ 250 × 3, ഇതിനെ സിമ്പിളസ്റ്റ് ഫോം ആക്കാം, 250 × 4. അന്നേരം നമുക്ക് എന്ത് കിട്ടി, 3/4 കിലോമീറ്റർ കിട്ടി അല്ലേ. അന്നേരം 750 മീറ്റർ എബോവ്, 750 മീറ്റർ എബോവ് സീ ലെവൽ. സീ ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, 3/4 കിലോമീറ്റർ എബോവ് സീ ലെവൽ. സീ ലെവൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് 750 മീറ്റർ ബിലോ സീ ലെവൽ ഇൻ കിലോമീറ്റർ. ഇത് എബോവ് സീ ലെവലാണ്. നമുക്ക് ബിലോ സീ ലെവലാണെങ്കിൽ ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ബിലോ സീ ലെവൽ. സീ ലെവലാണെങ്കിൽ നമുക്ക് -3/4 കിലോമീറ്റർ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. 750 മീറ്റർ ഓർ കിലോമീറ്റർ ബിലോ സീ ലെവൽ ഇൻ കിലോമീറ്റർ ഈസ് -3/4 കിലോമീറ്റർ. Can we denote the distance 3/4 kilometer? Below sea level is -3/4. We can see -3/4 is neither an integer nor an fractional numbers. ഇത് ഫ്രാക്ഷൻ നമ്പറുമാണ്, പക്ഷേ ഇതെന്താണ്, ഇൻറ്റിജറും ആണ് അല്ലേ. വി നീഡ് ടു എക്സ്റ്റെൻഡ് അവർ നമ്പർ സിസ്റ്റം ടു ഇൻക്ലൂഡ് സച്ച് നമ്പേഴ്സ്. അന്നേരം നമ്മുടെ നമ്പർ സിസ്റ്റത്തിനകത്ത് ഇപ്പം നമ്മൾ ഏതുകൂടെ കയറി വന്നിട്ടുണ്ട്,
നെഗറ്റീവ് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ്, 0. ഇനി എന്ത് വന്നേക്കുന്നു? ഫ്രാക്ഷനൂടെ കയറി വന്നിരിക്കുന്നു. ഇനി നമ്മൾ ആ സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ റാഷണൽ നമ്പേഴ്സിനകത്ത് എന്തൊക്കെയുണ്ട്? പിന്നെ നാച്ചുറൽ നമ്പറുണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, ഇൻറ്റിജേഴ്സ് ഉണ്ട്, ഇനിയും എന്തുണ്ട്? ഫ്രാക്ഷനും ഉണ്ട്. ഈ മൂന്നെണ്ണവും ചേരുന്ന കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റാഷണൽ നമ്പേഴ്സ് കിട്ടുന്നത്. ദ വേർഡ് rational, the word rational arises from the term ratio. റാഷണൽ എവിടെ നിന്നാണ് വന്നത്? റേഷ്യോയിൽ നിന്നാണ് വന്നത്. യു നോ ദ റേഷ്യോ ലൈക്ക് 3:2. 3:2 ഈസ് ഈക്വൽ ടു 3/2 ആണ് അല്ലേ? 3:2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/2 ആണ് അല്ലേ? അതിനകത്തു നിന്നാണ് എന്ത് വന്ന്? റാഷണൽ നമ്പേഴ്സ് വന്ന്. ദ വേർഡ് റാഷണൽ റൈസസ് ഫ്രം ദ ടേം റേഷ്യോ. യു നോ ദാറ്റ് ദ റേഷ്യോ ലൈക്ക് 3:2 ഈസ് റിട്ടൺ ആസ് 3/2. ഹിയർ 3 and 2 are natural numbers. Similarly, the ratio of the two integers p and q, രണ്ട് ഇൻറ്റിജേഴ്സ് സ്മാൾ ലെറ്റേഴ്സ് ആണ്. എന്നാൽ നിങ്ങൾ റേഷ്യോ ഓഫ് 2 ഇൻറ്റിജേഴ്സ് p and q നോട്ട് ഈക്വൽ ടു 0. q എന്താകല്ലേ? 0 ആകല്ലേ. p എന്താകാം? 0 ആകാം. പക്ഷേ എന്താകല്ലേ? q എന്താകല്ലേ? 0 ആകല്ലേ. ദ റേഷ്യോ ഓഫ് 2 ഇൻറ്റിജർ p and q നോട്ട് ഈക്വൽ ടു 0. q 0 ആകല്ലേ. ദാറ്റ് ഈസ് p and q be written in the form p/q. എന്നാൽ p and q are എന്താണ്? 2 ഇൻറ്റിജേഴ്സ് ആണ്. q എന്താകരുത്? 0 ആകല്ലേ. p 0 ആകാം. അതിൻ്റെ p/q എന്നുള്ള ഫോമിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിനെ p/qനെ p:2 എന്ന് പറയുന്നതിന് പകരം p:2 എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്തെടുത്തു? p/q. p:2 can be written in the form p/q. This is the form in which rational numbers are expressed. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അന്നേരം എ റാഷണൽ നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് എ നമ്പർ that can be expressed in the form p/q, where p and q are integers and q not equal to 0. Now, what is rational number? Rational number is defined as a number. Rational number എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഇപ്പോൾ 3/4 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. Rational number is is defined as a number that can be expressed in the form p/q. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ p/q ഫോമിൽ എഴുതണം. p/q where p യും q എന്തായിരിക്കണം എന്നാ പറഞ്ഞ്? ഇൻറ്റിജേഴ്സ്. p and q are ഇൻറ്റിജേഴ്സ്. പിന്നെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, q നോട്ട് ഈക്വൽ ടു 0. q എന്താകരുത്? 0 ആകരുത്. എന്നാൽ p/q ഫോമിൽ എഴുതുന്ന ഏതൊരു നമ്പേഴ്സിനെയും നമുക്കെന്ത് പറയാം? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഒന്നുകൂടെ പറയാം. റാഷണൽ നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് എ നമ്പർ that can be expressed in the form of p/q where q not equal to 0. Thus 4/5 is a rational number. 4/5 എന്താണ്? ഒരു റാഷണൽ നമ്പറാണ്. ഹിയർ p is equal to 4, q is equal to 5. മുകളിൽ എഴുതുന്നതിന് p എന്നും താഴെ എഴുതുന്നതിന് എന്ത് പറയാം? q എന്നും പറയാം. അന്നേരം 4/5 എന്താണ്? ഒരു റാഷണൽ നമ്പറാണ്. p എന്താണ്? 4, q എന്താണ്? 5. ഇനി ഈസ് -3/4 ഈസ് എ റാഷണൽ നമ്പർ. -3 അന്നേരം p ഈസ് ഈക്വൽ ടു -3, q ഈസ് ഈക്വൽ ടു 4. ഇപ്പം -1 എന്നും പറഞ്ഞാൽ അത് റാഷണൽ അല്ലാതിരിക്കുമോ? ഇല്ല. നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് വരുന്നുണ്ട് അല്ലേ? അന്നേരം ഈസ് -3/4 ഈസ് എ റാഷണൽ നമ്പർ. യെസ്, ബിക്കോസ് p ഈസ് ഈക്വൽ ടു -3, q ഈസ് ഈക്വൽ ടു 4 ആർ ഇൻറ്റിജേഴ്സ്. ഇവർ ഇൻറ്റിജേഴ്സ് ആണെന്നേ ഉള്ളൂ കണ്ടീഷൻ. ഇൻറ്റിജേഴ്സിനകത്ത് എന്തോ ഉണ്ട്? പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. യു ഹാവ് സീൻ മെനി ഫ്രാക്ഷൻസ് ലൈക്ക് 3/8, 4/8, 1, 2/3 etc.
ആർ ആൾ എന്താണ്? ഇതിനെല്ലാം നമുക്ക് ഏത് ഫോമിൽ എഴുതാം? p/q ഫോമിൽ എഴുതാം. ഓൾ ഫ്രാക്ഷൻസ് ആർ റാഷണൽ നമ്പേഴ്സ്. എല്ലാ ഫ്രാക്ഷനും എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് ലൈക്ക് 0.5 എന്ന് അതിനെ നമ്മൾ എന്തെടുക്കുക? 5/10. അതും ഏത് ഫോമായി? p/q ഫോം ആയി അല്ലേ? അന്നേരം ദ ഡെസിമൽ നമ്പേഴ്സ് ലൈക്ക് 0.5, 2.3 is written as 23/10, etc. Each of each numbers can be written as an ordinary fraction. Hence, our rational numbers, for example, 0.5 is equal to 5/10. And 0.33 is equal to 33/100. All are rational numbers. അന്നേരം ഡെസിമൽ നമ്പറും എന്താണ്? ഫ്രാക്ഷണൽ നമ്പേഴ്സാണ് അല്ലേ? p/q ഫ്രാക്ഷൻ എല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സാണ് അല്ലേ? ഇൻറ്റിജേഴ്സും പോസിറ്റീവ്. ഇപ്പോൾ -3 വന്നു, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -3/1 ഉണ്ടോ? p/q ഫോമായി. അന്നേരം നമുക്ക് എഴുതാവുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? റാഷണൽ നമ്പേഴ്സാണ്. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. താഴെ എന്താകില്ലേ? q not equal to 0 ആകരുതെന്ന് മാത്രം ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. In p/q the integers in p/q p is the integer p is the numerator. ഇതിനെ എന്ത് പറയാം? ന്യൂമറേറ്റർ. the integer ഇതും ഡിനോമിനേറ്ററാണ്. ഡിനോമിനേറ്റർ q not equal to എന്താണ്? 0 ആകണം അല്ലേ? ദസ് -3/7. -3/7ലെ ന്യൂമറേറ്റർ എന്താണ്? -3. ഡിനോമിനേറ്റർ എന്താണ്? 7. Mentions 5 rational numbers, each of whose numerator is negative integer. നമുക്ക് -5 ആൻഡ് ഡിനോമിനേറ്റർ ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ നമുക്ക് മെൻഷൻ ചെയ്യാം അല്ലേ? അതുപോലെ ന്യൂമറേറ്റർ ഇസ് എ പോസിറ്റീവ് നമ്പർ. ഇപ്പം 10 ന്യൂമറേറ്റർ ഇസ് എ പോസിറ്റീവ്, ഡിനോമിനേറ്റർ ഇസ് എ നെഗറ്റീവ് ഇൻറ്റിജർ. ഇതെല്ലാം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇതെല്ലാം എന്താണ്? നമ്മുടെ റാഷണൽ നമ്പേഴ്സാണ്. ഇനി 0/2 ഇതും എന്താണ്? റാഷണൽ നമ്പേഴ്സാണ്. 0/2, 0/7 എല്ലാം എന്താണ്? ഇറ്റ് ഈസ് ആൾസോ എ റാഷണൽ നമ്പർ. ദസ് ദ റാഷണൽ നമ്പേഴ്സ് ഇൻക്ലൂഡ്, റാഷണൽ നമ്പേഴ്സിനകത്ത് എന്തൊക്കെയുണ്ട്? ഇൻറ്റിജേഴ്സും ഉണ്ട്, ഇൻറ്റിജേഴ്സ് ആൻഡ് ഫ്രാക്ഷൻസ്. ഇതിന് എല്ലാം കൂടെ കൂടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? റാഷണൽ നമ്പേഴ്സ് കിട്ടും. 0/t. അതേസമയം 2/0 എന്തല്ല? റാഷണൽ നമ്പർ അല്ല. എന്താ കാര്യം? 0 വന്നേക്കുന്നു. q not equal to 0 എന്നാണ് പറഞ്ഞത്. ഇവിടെ q എന്താകുന്നു? 0 ആയി വരുന്നു. ഇത് റാഷണൽ നമ്പർ അല്ല. ഇതെല്ലാം എന്താണ്? റാഷണൽ നമ്പർ. എന്നാൽ റാഷണൽ നമ്പേഴ്സിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു? റാഷണൽ നമ്പേഴ്സ് ഇൻക്ലൂഡ്സ് ദ ഇൻറ്റിജേഴ്സ് ആൻഡ് ഫ്രാക്ഷൻസ്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്തത്, വാട്ട് ഈസ് ഇക്വലൻ്റ് റാഷണൽ ഫ്രാക്ഷൻ? ഇക്വലൻ്റ് നിങ്ങൾ ഫ്രാക്ഷൻ പഠിച്ചതാ അല്ലേ? അതേപോലെ ഇക്വലൻ്റ് റാഷണൽ നമ്പേഴ്സ്. ഇപ്പോൾ 3/5 ഇതൊരു ഫ്രാക്ഷൻ നിങ്ങൾ പഠിച്ചത്. ഇതിൻ്റെ 5 ഇക്വലൻ്റ് ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? 3/5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഓർക്കുന്നുണ്ടല്ലോ. അന്നേരം 6/10 ഒന്നാമത്തെ. ഇനി 3/5 × 3 അന്നേരം 9/50 അത് സെക്കൻഡ് ഫ്രാക്ഷൻ. അങ്ങനെ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5 കൊണ്ട്, അന്നേരം എല്ലാം നമുക്ക് എന്ത് കിട്ടി? ഇക്വലൻ്റ് ഫ്രാക്ഷൻ നമുക്ക് കിട്ടി. അതേപോലെ ഇക്വലൻ്റ് റാഷണൽ നമ്പേഴ്സും എന്താണ്? ഇപ്പോൾ -2/3 5 ഇക്വലൻ്റ് റാഷണൽ നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? -2/3യെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അന്നേരം എന്ത് കിട്ടി? -4/6 ഫസ്റ്റ് ഇക്വലൻ്റ് ഫ്രാക്ഷൻ. ഇനി -2/3 എടുത്തു, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അന്നേരം എന്ത് കിട്ടി? -6/9. അടുത്ത -2/3യെ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഏത് നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അന്നേരം -8/12. അതുപോലെ നമുക്ക് ഡിവൈഡ് ചെയ്താലും എന്ത് കിട്ടും? ഇക്വലൻ്റ് ഫ്രാക്ഷൻ കിട്ടും. അന്നേരം ഇങ്ങനെ നമുക്ക് എന്തെടുക്കാം? ഇക്വലൻ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. ബൈ മൾട്ടിപ്ലൈയിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എ റാഷണൽ നമ്പർ ബൈ ദ സെയിം നോൺ സീറോ ഇൻറ്റിജർ. ഒരേ സീറോ കൊണ്ടല്ല, സീറോ അല്ലാത്ത ഏത് നമ്പറിനെ കൊണ്ടും നമ്മുടെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഒബ്റ്റെയിൻ അനദർ റാഷണൽ number equivalent to given rational number.
നമുക്ക് ഈക്വലൻ്റ് റാഷണൽ നമ്പേഴ്സ് കിട്ടും. ദിസ് ഈസ് എക്സാക്ട്ലി ലൈക്ക് ഒപ്റ്റെയിനിങ് ഈക്വലൻ്റ് ഫ്രാക്ഷൻസ്. നമ്മൾ ഈക്വലൻ്റ് ഫ്രാക്ഷൻ പഠിച്ച പോലെ തന്നെയാണ് ഏതാണ് ഈ ഈക്വലൻ്റ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആസ് മൾട്ടിപ്ലിക്കേഷൻ ദ ഡിവിഷൻ ഓഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദ സെയിം നോൺ സീറോ ഇൻറ്റിജർ ആൾസോ ഗീവ്സ് ദ ഈക്വലൻ്റ് ഫ്രാക്ഷൻ. ഇപ്പോൾ 10/50 -50. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ഈക്വലൻ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ല, 2 കൊണ്ട് പറ്റത്തില്ലല്ലോ, 5 കൊണ്ട് ചെയ്യുമ്പോൾ 2, ഇത് -3. കണ്ടോ, ഒരു ഈക്വലൻ്റ് ഫ്രാക്ഷൻ കിട്ടിയില്ലേ? അന്നേരം നമ്മൾ എന്ത് കൊടുക്കാം? ദ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ബൈ ദ നെയിം നോൺ സീറോ ഇൻറ്റിജർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൾസോ ഗീവ്സ് ദ ഈക്വലൻ്റ് റാഷണൽ നമ്പേഴ്സ്. ഇപ്പോൾ -12/24 നമുക്കിതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അന്നേരം -6/12 ഒരിക്കലും. ഇനി ഇതിനെ വേണമെങ്കിൽ പിന്നെയും നമുക്ക് എന്ത് കൊടുക്കാം? -6/12നെ ഇനിയും നമുക്ക് എന്ത് കൊടുക്കാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അന്നേരം -3/6. ഇനി നമുക്ക് ഈക്വലൻ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. -3/6നെ പിന്നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അന്നേരം -1/2. കണ്ടോ, 3 ഈക്വലൻ്റ് ഫ്രാക്ഷൻ കിട്ടിയില്ലേ? എന്നാൽ നമുക്ക് ഡിവൈഡ് ചെയ്താലും എന്ത് കിട്ടും? ഈക്വലൻ്റ് ഫ്രാക്ഷൻ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഈക്വലൻ്റ് ഫ്രാക്ഷൻ കിട്ടും. അന്നേരം നമുക്ക് ഈക്വലൻ്റ് ഫ്രാക്ഷൻ എങ്ങനെ കിട്ടുന്നത്? ബൈ മൾട്ടിപ്ലൈയിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എ റാഷണൽ നമ്പർ ബൈ ദ സെയിം നോൺ സീറോ ഇൻറ്റിജർ വി ഒബ്റ്റെയിൻ അനദർ റാഷണൽ നമ്പർ. ഓർ ദ ന്യൂമറേറ്റർ ദ ഡിവിഷൻ ഓഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദ സെയിം നോൺ സീറോ ഇൻറ്റിജർ ആൾസോ ഗീവ്സ് ദ ഈക്വലൻ്റ് റാഷണൽ നമ്പേഴ്സ്. ഇത് മനസ്സിലായല്ലോ? മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും, ഡിവൈഡ് ചെയ്യും. പക്ഷേ ഒരേ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഒരേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ഇനി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ്. കൺസിഡർ ദ റാഷണൽ നമ്പർ 2/3. 2/3 നിങ്ങളെടുത്തേ. ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ദിസ് നമ്പേഴ്സ് ആർ പോസിറ്റീവ് ഇൻറ്റിജർ. 2 and 3 എന്താണ്? പോസിറ്റീവ് ഇൻറ്റിജർ. സച്ച് റാഷണൽ നമ്പേഴ്സ് ഇസ് കാൾഡ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. അന്നേരം നിങ്ങൾ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ അതിനെ എന്ത് പറയാം? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ 3/8. 3 and 8 ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. 5/7. 5 and 7 ആർ പോസിറ്റീവ് ഇൻറ്റിജർ. അന്നേരം ഇതിനെ എന്ത് പറയാം? പോസിറ്റീവ് റാഷണൽ നമ്പർ. എങ്ങനെ പറയുന്നത്? ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദിസ് നമ്പർ ആർ പോസിറ്റീവ് ഇൻറ്റിജർ. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ അതിനെ എന്ത് പറയാം? പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയാം. സച്ച് റാഷണൽ നമ്പേഴ്സ് കാൾഡ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. ദ ന്യൂമറേറ്റർ. ഇനി അടുത്തത് -3/5 എടുക്കുന്നു. ദ ന്യൂമറേറ്റർ ഈസ് നെഗറ്റീവ് നമ്പർ. ഇത് നെഗറ്റീവ് നമ്പറാണ് അല്ലേ? ന്യൂമറേറ്റർ ഈസ് നെഗറ്റീവ് നമ്പർ whereas the denominator is positive integer. Such a rational numbers is called negative rational numbers. അന്നേരം ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ എന്ത് പറയാം? നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. എക്സാമ്പിൾ -5/7, -3/8 ഇതെല്ലാം എന്താണ്? നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണ്. എന്നാൽ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പിന്നെ ദ ന്യൂമറേറ്റർ ഈസ് നെഗറ്റീവ് ഇൻറ്റിജർ whereas the denominator is a positive integer. The rational numbers is called negative rational number. Example -3/5, -5/7, -3/8 etc. ഇനി നിങ്ങൾക്ക് അന്നേരം ഒരു സംശയം ചോദിക്കും, ന്യൂമറേറ്റർ മാത്രമാണോ? അല്ല, 8/-3. എന്നാൽ ഡിനോമിനേറ്ററിലാണ് ഇവിടെ എന്തോ വന്നേക്കുന്നത്? നെഗറ്റീവ് വന്നേക്കുന്നത്. അന്നേരം നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ നെഗറ്റീവ് ആർക്ക് കൊടുക്കുക? ന്യൂമറേറ്ററിന് കൊടുക്കുക. അന്നേരം 8/-3ക്ക് നമുക്ക് എങ്ങനെ എഴുതാം? -8/3 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അന്നേരം ഇതും എന്താണ്? നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സാണ്. അന്നേരം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിനകത്ത് ഈ ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് വരുന്നത് സ്റ്റാൻഡേർഡ് ഫോം അല്ല. അന്നേരം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ആക്കാൻ എന്ത് എടുക്കണം? ഈ ഡിനോമിനേറ്ററിലെ നെഗറ്റീവ് എടുത്ത് നിങ്ങൾ എന്ത് കൊടുക്കണം? ന്യൂമറേറ്ററിൽ കൊടുക്കണം. Similarly 5/-7, 5/-7 is -5/7. 6/-5, second -6/5 are all negative rational numbers. Now that their numerator are positive and their denominator
ഡിനോമിനേറ്റേഴ്സ് നെഗറ്റീവ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി വാട്ട് അബൌട്ട് -3/-5? ഇവിടെ എന്താണ്? ന്യൂമറേറ്ററും നെഗറ്റീവാണ്, ഡിനോമിനേറ്ററും നെഗറ്റീവാണ്. 2 നെഗറ്റീവ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 നെഗറ്റീവ് വന്നാൽ എന്താണ്? പോസിറ്റീവാണ്. അന്നേരം ഇതെന്താണ് യഥാർത്ഥത്തിൽ? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണ്. അന്നേരം വി വിൽ സീ ദാറ്റ് -3/-5 ഈസ് ഈക്വൽ ടു എന്താണ്? 3/5 ആണ്. ഈസ് എ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. ഇനി -2/-5 ഈസ് ഈക്വൽ ടു 2/5. -1/-3 ഈസ് ഈക്വൽ ടു 1/3. ഒരു നെഗറ്റീവ് വന്നാൽ എന്ത് കിട്ടും? അത് നെഗറ്റീവ് റാഷണൽ നമ്പർ. 2 നെഗറ്റീവ് വന്നാൽ എന്തായി മാറും? പോസിറ്റീവായി മാറും. അന്നേരം അതെന്തായിട്ട് മാറും? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സായി മാറും. ഇനി റാഷണൽ നമ്പേഴ്സ് ഓൺ എ നമ്പർ ലൈൻ നമുക്ക് നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താം. നമ്പർ ലൈനിനെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ഫ്രാക്ഷൻ അടയാളപ്പെടുത്തിയില്ലേ? ഇപ്പം 1/3 ഒന്ന് അടയാളപ്പെടുത്തണമെങ്കിൽ നമ്മളെങ്ങനെയായിരുന്നു നമ്പർ ലൈനിൽ? ഇത് 0, ഇത് 3 1 2 3, ഇതാ 1 ഇട്ടത്. ഓർക്കുന്നുണ്ടോ? 1/3 2/3 3/3 ഇങ്ങനെയായിരുന്നു നമ്മുടെ. അടുത്ത എന്താണ്? 4/3 5/3 6/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2. പിന്നെ നമ്മൾ 3 ആകുമ്പോഴേ എന്താകത്തുള്ളൂ? 3 ആകത്തുള്ളൂ ഇല്ല. എന്നിട്ട് 7/3 8/3 9/3 ഇതാണ് 3. ഇത് നമ്മൾ പഠിച്ചായിരുന്നു ഫ്രാക്ഷന്. ഇനി നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ ഇതേപോലെ തന്നെ 1 2 3 ഇതാണ് -1. എന്നിട്ട് ഇതെന്ത് കിട്ടുന്നോ? -1/3 -2/3 -3/3. അടുത്ത 3 വരും 1 2 3 ഇതാണ് -2. എന്നിട്ട് ഇതെന്ത് കിട്ടും? -4/3 -5/3 -6/3. നമ്പർ ലൈനിലും നമുക്ക് എന്ത് കൊടുക്കാം? ഈ റാഷണൽ നമ്പേഴ്സ് അടയാളപ്പെടുത്താം. എന്നാൽ -1/3 എങ്ങനെ അടയാളപ്പെടുത്താം? ഇതാണ് -1/3. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ഇത് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പുറത്തും എന്ത് കൊടുക്കണം? നമുക്ക് നമ്പേഴ്സ് നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് പറ്റും. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോണം, നമ്മൾ ഇതല്ലേ ലെഫ്റ്റിലോട്ട് പോകുന്തോറും വില എന്ത് കൊടുക്കും? ഇതിൻ്റെ വില കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇപ്പം -1/3 ആണോ വലുത്? -1/3 ആണോ വലുത്? -2/3 ആണോ വലുത്? -1/3 ആണ് വലുത്. ഇങ്ങോട്ട് വരുന്തോറും എന്ത് കൊടുക്കും? ലെഫ്റ്റിലോട്ട് വരുന്തോറും വില എന്ത് കൊടുക്കും? കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. പക്ഷേ ഇവിടെ എന്താണ്? 1/3യേക്കാൾ വലുതാണ് ഏതാ? 2/3. നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും. എന്താ കാര്യം? ലെഫ്റ്റിലോട്ട് പോകുന്തോറും വില കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ -1 ആണോ വലുത്? -2 ആണോ വലുത്? നിങ്ങൾ വിചാരിക്കും -2 ആണോ? ഇല്ല, -1 കഴിഞ്ഞാണ് ഇവിടെ ലെഫ്റ്റിലോട്ട് -2. അന്നേരം ഏതാണ് വലുത്? -1 ആണ് വലുത്. അന്നേരം ഇവിടെ ഇങ്ങനൊരു വ്യത്യാസം നിങ്ങളുണ്ട്. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഏതാണ് ഗ്രേറ്റർ? ഇപ്പോൾ കമ്പയർ ചെയ്യാൻ വരുവാണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് വലിയ നമ്പേഴ്സ് ആയിരിക്കും ചെറുതായിട്ട് വരുന്നത്, അല്ല വലിയ നമ്പേഴ്സ് ചെറുതും അതിൻ്റെ തൊട്ടിപ്പുറത്ത് ലെഫ്റ്റിൽ വരുന്തോറും ഇങ്ങോട്ട് വരുന്തോറും വില കൂടിക്കൂടിയിരിക്കും. അങ്ങോട്ട് പോകുന്തോറും എന്ത് കൊടുക്കും? വില കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇനി അടുത്ത റാഷണൽ നമ്പേഴ്സ്. എന്നാൽ റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? നമ്പർ ലൈനിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യം മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്? അതുപോലെ ഇപ്പോൾ 1/5 അടയാളപ്പെടുത്താൻ പറഞ്ഞ് നമ്മൾ 1 എന്ന് പറയുന്നത് 5 യൂണിറ്റ് മാറ്റിയായിരിക്കും നമ്മൾ അടയാളപ്പെടുത്തുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പം നിങ്ങളോട് പറയുക 1/5ഉം -2/5ഉം അടയാളപ്പെടുത്താൻ പറയുക. അതായത് ഇത് 0 എടുത്തു, 1 2 3 4 5 ഇതാണ് 1, 1 2 3 4 5 ഇതാണ് 2. അതുപോലെ നെഗറ്റീവ് 1 2 3 4 5 ഇതാണ് നെഗറ്റീവ്. 1 2 3 4 5 ഇതാണ് നെഗറ്റീവ് 2. എന്നാലും 1/5 എങ്ങനെ വരും? 1/5 2/5 3/5 4/5 5/5. 1/5 അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ ഇതെന്താണ്? 1/5. ഇനി -2/5 എങ്ങനെ? -1/5 -2/5 -3/5 -4/5 -5/5.
അന്നേരം -2/5 ഇതാണ് -2/5. എനിക്കത് അടയാളപ്പെടുത്തുന്ന മനസ്സിലായല്ലോ, നമ്പർ ലൈനിൽ എങ്ങനെ അടയാളപ്പെടുത്തുന്നത്. ഇനി റാഷണൽ നമ്പേഴ്സ് ഓൺ സ്റ്റാൻഡേർഡ് ഫോം. ഇനി സ്റ്റാൻഡേർഡ് ഫോം ടീച്ചർ മുമ്പ് പറഞ്ഞു. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? ഡിനോമിനേറ്ററിൽ എന്താകില്ലേ? നെഗറ്റീവ് വരരുത് ഇല്ലേ? ദ ഡിനോമിനേറ്റർ ഓഫ് ദിസ് റാഷണൽ നമ്പേഴ്സ് ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. 1 ഈസ് ദ. ഇനി ഇവർ പറഞ്ഞേക്കുന്നത് സ്റ്റാൻഡേർഡ്, അത് മാത്രമല്ല സ്റ്റാൻഡേർഡ് ഫോം. ഇപ്പം പിന്നെ 10/-8 അന്നേരം ആദ്യം സ്റ്റാൻഡേർഡ് ഫോം ഏതാകണം? ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ, -10/8. അതൊരു കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, സ്റ്റാൻഡേർഡ് ഫോമിനുള്ള കണ്ടീഷൻ എന്താണെന്നോ, ഇതിൻ്റെ കോമൺ ഫാക്ടർ 10ൻ്റെയും 8ൻ്റെയും കോമൺ ഫാക്ടർ ഏതേ വരാവൂ? 1 വരാവൂ. പക്ഷേ 10ൻ്റെയും 8ൻ്റെയും കോമൺ ഫാക്ടർ 2 ഒക്കെ വരുന്നുണ്ട് ഇല്ലേ? അന്നേരം അങ്ങനെ വന്നാൽ ഇതെന്തല്ല? സ്റ്റാൻഡേർഡ് ഫോം അല്ല. എന്നാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട മാർഗ്ഗം എന്താണെന്നോ, 10ൻ്റെയും 8ൻ്റെയും നമ്മൾ എൽസ്യം കണ്ടുപിടിച്ച പോലെ ചെയ്താൽ മതി. 2 5s are 2 4s are. ഇനി വല്ലവരും ഉണ്ടോ? ഇല്ല. അന്നേരം 5ഉം 4ഉം ആണ്. നിങ്ങൾക്ക് അറിയാൻ വയ്യെങ്കിൽ ടീച്ചർ ഇതൊരു വേഗം ഒരു വഴി പറഞ്ഞു തന്നു. അന്നേരം നമുക്ക് എന്ത് കിട്ടും? -5/4 എന്ന് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ഇതിനെ വെട്ടി ചെയ്യണം അല്ലേ? 2 × 5 മൈനസ് ഉണ്ട്, 2 × 4, 2 × 2 വെട്ടി. അന്നേരം എന്ത് കിട്ടി? -5/4. 5/4 രണ്ടുപേരെയും 5ഉം 4ഉം കിട്ടി. കണ്ടോ? -5/4. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. വെട്ടി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? എൽസ്യം കണ്ടുപിടിക്കും പോലെ ചെയ്തിട്ട് ലാസ്റ്റിൽ വരുന്നതാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അങ്ങനെയും നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം കണ്ടു. എന്നാൽ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ 5ൻ്റെയും 4ൻ്റെയും കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ? കോമൺ ആയിട്ട് 1 ഉണ്ട് ഇല്ലേ? 1 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. അന്നേരം അങ്ങനെ വന്നാൽ അതെന്താകുന്നു? സ്റ്റാൻഡേർഡ് ഫോം ആകുന്നു. എന്നാൽ ഡിനോമിനേറ്റർ ഓഫ് ദീസ് റാഷണൽ നമ്പേഴ്സ് ആർ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് 1 ഈസ് ദ ഓൺലി കോമൺ ഫാക്ടർ ബിറ്റ്വീൻ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ അല്ലേ? ദ റാഷണൽ നമ്പേഴ്സ് ആർ സെഡ് ടു ബി. ഇങ്ങനെയുള്ള റാഷണൽ നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ റെഡ്യൂസ് ലോവസ്റ്റ് ഫോം പഠിച്ചില്ലേ? അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഈ ഡിനോമിനേറ്ററിൻ്റെ പിന്നെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് എന്ത് കൊടുക്കണം? ന്യൂമറേറ്ററിൽ ഇടും. ദ റാഷണൽ നമ്പേഴ്സ് ആർ സെഡ് ടു ബി സ്റ്റാൻഡേർഡ് ഫോം ഇഫ് ഡിനോമിനേറ്റർ ഈസ് പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഹാവ് നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് എന്തോ കാണരുത്? വേറൊരു കോമൺ ഫാക്ടറും കാണരുത്. ഇഫ് എ റാഷണൽ നമ്പർ ഈസ് നോട്ട് എ സ്റ്റാൻഡേർഡ് ഫോം ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? അതിനെ നിങ്ങൾ എന്ത് കൊടുക്കണം? ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം. നിങ്ങളിതിനെ ഇപ്പം 10/-8 സ്റ്റാൻഡേർഡ് ഫോം അല്ല, അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം? സ്റ്റാൻഡേർഡ് ഫോം ആക്കാം. ഇനി റെഡ്യൂസ് -45/30 സ്റ്റാൻഡേർഡ് ഫോം ആക്കാം. എന്നാൽ നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ നമ്മൾ നെഗറ്റീവ് മാറ്റേണ്ട കാര്യമില്ല. എന്താ കാര്യം? ന്യൂമറേറ്റർ തന്നെ. നമുക്ക് എന്ത് കൊടുക്കാം? 45 എന്ന് പറയുമ്പോൾ 5 × 9, 5 × 6, 5 പറ്റി. അടുത്ത 3 × 3, 3 × 2. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, അത് നിങ്ങൾ മറക്കരുത്. അന്നേരം -3/2 ആണ് സ്റ്റാൻഡേർഡ് ഫോം. ഇതറിയാൻ വയ്യെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ടീച്ചർ ഇപ്പം പറഞ്ഞെന്ന് 45ഉം 30ഉം എൽസ്യം കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിച്ചാൽ 5 9s are 5 6s are 3 സാർ 3 2s ഇതുണ്ട് 3/2 കിട്ടി. ഇവിടെ തന്നെ മനസ്സിലായി? 3/2 കിട്ടി. അങ്ങനെ നമുക്ക് എന്ത് കൊടുക്കാം? ഈ 3ഉം 2ഉം നിങ്ങൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററായിട്ട് എഴുതിയാലും മതി. ഇല്ലെങ്കിൽ നമ്മൾ വെട്ടി ചെയ്യുക. അന്നേരം നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം കിട്ടും. അടുത്ത 36/-24. അന്നേരം -1 ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? ന്യൂമറേറ്ററിൽ എഴുതണം. എന്നിട്ട് എന്ത് കൊടുക്കണം? ഇത് വെട്ടി ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അന്നേരം ടീച്ചർ വെട്ടി ചെയ്യട്ടെ. അന്നേരം എന്ത് കിട്ടും? 4 9s are 4ൻ്റെ ടേബിളിനകത്തുണ്ടല്ലോ, മൈനസ് ഇടേണ്ടടുത്ത് മൈനസ് ഇടണം. 4 9s are 4 6 are 4 4ഉം പറ്റി. അടുത്ത നമുക്ക് എങ്ങനെ എഴുതാം? -3 × 3, 3 × 2. അന്നേരം മൈനസ് ഇടാൻ മറക്കരുത്. -3/2
ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അടുത്ത -3/-50. ഇത് കാണുമ്പോൾ മൈനസ് ആർക്കും കൊടുക്കണ്ടേ, 2 - 1 എന്താ പ്ലസ് ആണ് അല്ലേ, 3/50. ഇനി എന്ത് കൊടുക്കണമെന്നോ, 3യെ നമുക്ക് എങ്ങനെ എഴുതാം, 3 × 1, ഇത് 3 × 5 = 1/4. 1/5 ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോം. 1/5 സ്റ്റാൻഡേർഡ് ഫോമിൽ ചെയ്യുക. എന്നാൽ സ്റ്റാൻഡേർഡ് ഫോമിൽ ചെയ്യാൻ ഇങ്ങനെയും ചെയ്യാം, നമുക്ക് എന്തെടുക്കാം, വെട്ടിയും ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ -18/45. അന്നേരം നമുക്ക് മൈനസ് മുകളിൽ തന്നെ കിടക്കുന്നല്ലേ. അന്നേരം നമുക്ക് എന്തെഴുതാം, -2 മൈനസ് എഴുതാൻ മറക്കരുത്, 2 പറ്റത്തില്ലല്ലോ. അന്നേരം 18 ആകുമ്പോൾ എന്ത് കിട്ടും, 5ൻ്റെ ടേബിളിൽ വരത്തില്ല, 9ൻ്റെ ടേബിളിൽ വരും അല്ലേ. -9 × 2 9 × 5. അന്നേരം -2/5 ഇസ് ദ റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവസ്റ്റ് ടൈം നമ്മൾ പഠിച്ചിട്ടില്ലേ, അത് തന്നെയാണ് കേട്ടോ. ഇനി അതേപോലെ കമ്പാരിസൺ ഓഫ്, ഇനി ഇതിനകത്ത് നോക്കിക്കോണേ, ടീച്ചർ ഒന്നുകൂടി പറയാം. ദ നമ്പർ ദാറ്റ് എക്സ്പ്രസ് ഇൻ ദ ഫോം P/Q where P and Q are integers, Q not equal to 0 is called rational numbers. The numbers -2/7, 3/8, 3a are rational numbers. All integers and fractions are rational numbers. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. If the numerator and denominator of the rational numbers are multiplied or divided by a non-zero integer, we get a rational number which is said to be equivalent to a given rational numbers. -3/7 എന്ന് പറയുമ്പോൾ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇക്വലൻ്റ് റാഷണൽ നമ്പേഴ്സ് കിട്ടും. റാഷണൽ നമ്പേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ്. 3/8 is a positive rational numbers, -8/9 is a negative rational numbers. ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ ടീച്ചർ ഒന്നുകൊണ്ടൊന്ന് റിവൈസ് ചെയ്യുവാണ്. ദ നമ്പർ 0 ഈസ് നൈദർ പോസിറ്റീവ് നോർ എ നെഗറ്റീവ് റാഷണൽ. 0 എന്തല്ല, പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല. റാഷണൽ നമ്പേഴ്സ് ആർ ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം. അതാണിപ്പം പറഞ്ഞത്. ദ റാഷണൽ നമ്പേഴ്സ് ഈസ് സെറ്റ് ടു ബി ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം ഇഫ് ഡിനോമിനേറ്റർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഹാവ് നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1. The reduce -45/3 is the standard form, -45/30. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ചെയ്യാൻ പഠിച്ചല്ലോ. അടുത്തത് കമ്പാരിസൺ ഓഫ് റാഷണൽ നമ്പേഴ്സാണ്. കമ്പയർ ചെയ്യാൻ ഇപ്പോൾ ടീച്ചർ പറഞ്ഞില്ലേ അന്ന്, കമ്പയർ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്, കമ്പയറിങ് റാഷണൽ നമ്പേഴ്സ്. ഇനി അത് നമുക്കൊന്ന് പഠിക്കാം. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഫസ്റ്റ് എക്സാമ്പിൾ, 2 positive rational numbers like 2/3 and 5/7 compared. 2/3 and 5/7 കമ്പയർ ചെയ്യുക. ഏതാ വലുത് ചെറുതെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തോ കണ്ടുപിടിക്കും, ആദ്യം എൽസിയം കണ്ടുപിടിക്കും അല്ലേ. എൽസിയം കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും, 3 and 7 21 ആണ് അല്ലേ. എന്നാൽ 2/3 എന്താക്കണം, 21 ആക്കണം. 14/21. അടുത്ത 5/7 3 15 നമ്മൾ മറ്റേനകത്ത് കണ്ടുപിടിച്ച പോലെ. അന്നേരം 14/21 ആണോ വലുത്, 15/21 ആണോ വലുത്, ഏതാണ്, ഇതാണ് വലുത് അല്ലേ. എന്നാൽ ഇതാണ് കമ്പയർ ചെയ്യുന്നത്. എന്നാൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ എൽസിയം കണ്ടുപിടിക്കണം. ഡിനോമിനേറ്ററിൻ്റെ എൽസിയം കണ്ടുപിടിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ നേരത്തെ ഫ്രാക്ഷനകത്ത് നമ്മളതങ്ങനെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ നിങ്ങൾക്കത് മനസ്സിലായി കാണുമല്ലോ. ഇപ്പം വേറെണ്ണം പറയാം. ഇതേപോലെ നെഗറ്റീവ് നമ്പേഴ്സ് വന്നെന്ന് വെച്ചോ, -1/2 -1/5. നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ 2ൻ്റെ 5ൻ്റെ എന്തോ കണ്ടുപിടിക്കണം, എൽസിയം കണ്ടുപിടിക്കണം. 2ൻ്റെ 5ൻ്റെ എൽസിയം കോമൺ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ എൽസിയം എന്താണ്, 10 ആണ്. എൽസിയം = 10. ഇനി -1/2 10 ആക്കുമ്പോൾ 5 കൊണ്ട്, എന്നാൽ നെഗറ്റീവ് എഴുതാൻ മറക്കരുത്, -5/10 കിട്ടി. അടുത്ത -1/5, 5നെ എന്താക്കണം, 10. അന്നേരം -2/10. നോക്കിയേ, -5/10 -2/10. നിങ്ങൾ ആലോചിച്ച് ഇത് ഏതാണ് വലുത്, നമ്മൾ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞു മുമ്പ്, ഞാൻ എന്തോ പറഞ്ഞേ, നെഗറ്റീവ് കൂടുതൽ വരുന്തോറും എന്തെടുക്കും, കുറവാണ് എൻ്റെ വില. അന്നേരം ഏതാണ് കമ്പയർ ചെയ്യുന്നത്, ഇതാണ് കമ്പയർ. അന്നേരം എവിടെ നമുക്ക് കമ്പാരിസൺ വരുന്നത്, ഈ -1/5 ആണ് വലുത്, -1/2 എന്താണ്, ചെറുത് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. -1/2 -5/10 ആണ്.
ഇതെന്താണ്? -2/10 ആണ്. അന്നേരം ഏതാ വലുത്? ഇതാണ്, ഈ ഫ്രാക്ഷനാണ് വലുത്. എപ്പോഴും നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ ഈ ഇവിടെ പറഞ്ഞ പോലെ ഇത് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഈ ലെഫ്റ്റിലോട്ട് പോകുന്നതോറും എന്ത് കൊടുക്കും? വില കൂടിയായിട്ട് വരും. നമ്മൾ വിചാരിക്കും -5/10 ആണെന്ന് 5 കണ്ടുകൊണ്ട്, അല്ലേ? -5 എന്താണ്? -2 ചെറുതാണ്, അല്ലേ? എന്നാൽ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? അത് ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. അടുത്ത -3/4 -2/3 ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ആദ്യം 4ൻ്റെയും 3യുടെയും എൽസിയം കണ്ടുപിടിക്കണം. 4ൻ്റെയും 3യുടെയും എൽസിയം എന്താണ്? 12. ഇത് കണ്ടുപിടിക്കാനൊക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് തന്നെ ചെയ്യണം. -3/4 4നെ 12 ആക്കി 3. -9/12 അടുത്ത -2/3 അതിനെ എന്താക്കി? 12 ആക്കാൻ 6 കൊണ്ട്. എന്നാൽ -12 അല്ല 3 × 4 ആണ് കേട്ടോ. അന്നേരം -8/12. അന്നേരം ആദ്യത്തെ -9/12 കിട്ടി. അടുത്ത എന്ത് കിട്ടി? -8/12 കിട്ടി. ഏതാണ് വലുത്? ഇതാണ് വലുതല്ലേ? അന്നേരം എങ്ങനെ കമ്പയർ ചെയ്യും? -2/3 ആണ് വലുത്. കമ്പയർ ചെയ്യുന്നത് മനസ്സിലായല്ലോ. -9 എന്ന് പറയുമ്പോൾ ചെറുതാണ്. ഇതെന്താണ്? ഇതാണ് വലുത്. -8/12. അങ്ങനെ കമ്പയർ ചെയ്യാനുള്ള പ്രോബ്ലമാണ് അടുത്തതിനകത്ത് നിങ്ങൾക്ക് ഉള്ളത്. അടുത്തൊന്ന് നോക്കിയേ. -1/2 -7/5 -5/3. എന്നാൽ 5ൻ്റെ 3യുടെ എൽസിയം എന്താണ്? 15. അന്നേരം -7/5നെ 15 ആക്കാൻ 3 കൊണ്ട്. സെക്കൻഡ് -21/50 -21/50. അടുത്ത -5/3 5 അല്ലേ? സെക്കൻഡ് -25/50 -25/50. ഇവിടെ ഏതാണ് വലുത്? 21 ആണ് വലുത്. അന്നേരം എങ്ങനെ കിട്ടും? ഇതാണ് -7/5 ആണ് വലുത്. മനസ്സിലായി എങ്ങനെയാണെന്ന്? അതുപോലെ നമുക്കടുത്തത് നമുക്ക് കമ്പയർ ചെയ്യാം. 9/4 ഇങ്ങനെ കമ്പാരിസൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഇങ്ങനെ 3 എണ്ണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഇങ്ങനെ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ എഴുതാൻ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? എഴുതാനായിട്ട് പറ്റും. അതൊരു എക്സാമ്പിൾ ചെയ്യാം. റൈറ്റ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എഴുതാൻ പറയുകയെന്ന് വെച്ചു. അന്നേരം -3/5 -2/5 -1/5. ഇത് അസെൻഡിങ് ഓർഡർ എഴുതാൻ പറഞ്ഞാൽ ഇത് നമുക്ക് എൽസിയം കണ്ടുപിടിക്കേണ്ട കാര്യം ഇല്ല. എന്താ കാര്യം? ഡിനോമിനേറ്റർ സെയിം ആണ്, അല്ലേ? അന്നേരം ഇതിനകത്ത് ഏറ്റവും ചെറുത് ഏതായിരിക്കും? കൂടുതലുള്ളത്, അല്ലേ? എന്നാൽ -3/5 ആണ്. അതിൽ വലുത് ഏതാണ്? -2/5. അടുത്ത എന്താണ്? -1/5 ആണ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അടുത്ത എക്സാമ്പിൾ -1/3 -2/9 -4/3. നമുക്ക് എൽസിയം കണ്ടുപിടിക്കണം. ഏതിൻ്റെ എൽസിയം കണ്ടുപിടിക്കണം? ഡിനോമിനേറ്റർ ഏതൊക്കെയാണ്? 3 9 3 3 9 3 3 കൊണ്ടാകുമ്പോൾ 1 3 ഇത്രയല്ലേ ഉള്ളൂ. അന്നേരം എൽസിയം = 3 × 1 3 3 3s are 9 9 × 1 9. എൽസിയം = 9. അന്നേരം ആദ്യത്തെ -1/3 -1/3 നമുക്ക് എങ്ങനെ ആക്കാം? 9 ആക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട്. അന്നേരം -3/9. ഇത് -3/9 ആയി. അടുത്തത് -2/9. അതിനെ ചെയ്യേണ്ട കാര്യമില്ല. ഡിനോമിനേറ്റർ ഏത് തന്നെ? 9. -4/3 3യെ 9 ആക്കുക. അന്നേരം -12/9. അന്നേരം ഇതിൽ ഏതായി ഏറ്റവും ചെറുത്? -12/9 ആണ് ചെറുത്, അല്ലേ? -12/9. അടുത്ത ചെറുത് ഏതാ? -3/9. അടുത്തത് -2/. അന്നേരം -12/9 എന്ന് പറഞ്ഞാൽ -4/3. -3/9 എന്ന് പറഞ്ഞാൽ -1/3. ലാസ്റ്റിൽ ഏത് വരും? -2/9 വരും. ഇങ്ങനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അനദർ എക്സാമ്പിൾ
-3/7 -3/2 -3/4. കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കൊടുക്കണം? 7ൻ്റെയും 2ൻ്റെയും 4ൻ്റെയും LCM. 2 കൊണ്ട് പറ്റും. 7 1 2 ഇത്രയല്ലേ ഉള്ളൂ. അന്നേരം LCM എത്ര കിട്ടി? 2 × 7 14. 14 × 1 14. 14 × 2 28. 28 കിട്ടിയില്ലേ? ഫസ്റ്റ് ഫ്രാക്ഷൻ എടുത്തു. -3/7. 7 എന്താക്കണം? 28. നെഗറ്റീവ് എഴുതാൻ മറക്കരുത്. -12/28. അന്നേരം ആദ്യത്തെ എന്ത് കിട്ടി? -12/28. അടുത്ത -3/2. 2നെ എന്താക്കണം? 28. അന്നേരം -42/28. -42/28. അടുത്ത -3/4. 4നെ എന്താക്കണം? 28. 7. -21/28. -21/28. ഇതിൽ ഏറ്റവും ചെറുത് ഏതായിരിക്കും? ഇതായിരിക്കും അല്ലേ? -42/28. അടുത്ത എന്തായിരിക്കും? -21/28. അടുത്ത -12/28. എന്നാൽ നമ്മുടെ ആൻസറിനകത്ത് എങ്ങനെ എഴുതേണ്ടത്? ഇങ്ങനെ എഴുതി വെക്കരുത്. 42 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ. എന്നാൽ -3/2. അടുത്ത -21/8 എന്ന് പറഞ്ഞാൽ -3/4. പിന്നെന്താണ്? 3/4. അടുത്ത 12 ഏതാണ്? -3/7 ആയിരിക്കും. അന്നേരം ഇത് റൈറ്റ് ദ ഫ്രാക്ഷൻ നമ്പേഴ്സ് നമുക്ക് വേഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റുമല്ലോ. ഇത് നമുക്ക് ഇങ്ങനെ അന്നേരം നമുക്ക് എന്തെടുക്കാം? ഇനി നമുക്ക് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. All the children are advised to watch this video once again and write the answers to all the questions in your notebooks. Bye.